അടുത്തത് രാമാനന്ദ സരസ്വതി സ്വാമികളാണ്. അദ്ദേഹം ബോംബെ ശ്രീരാമദാസ് ആശ്രമത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിയ സമയത്ത്, ഇതിനു മുമ്പ് ഇവിടെ വന്ന സമയത്ത് തീർച്ചപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എനിക്ക് രാമായണ നവാഹയജ്ഞം കൂടെ നടത്തണം. അതിന് എന്തുകൊണ്ട് നമുക്കിവിടെ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങൾ നവീകരിക്കണമെന്നെല്ലാം പറഞ്ഞ് നമ്മളെ ഇതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നതിന് ഘടകമായിട്ടുള്ള സ്വാമിജി അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. തീർച്ചയായും ഈ അവസരത്തിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ആഞ്ജനേയാശ്രമത്തിൽ ഈ രാമായണ നവാഹയജ്ഞത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ ഒരുപാട് രാമായണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ 10-18 ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ രാമായണ നവാഹയത്തിലുണ്ടായത് ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ആ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരുടെ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പരദൂഷണം പറഞ്ഞിരിക്കുന്ന നേരത്തും എല്ലാ സമയത്തും ഭഗവാന്റെ നാമം ജപിക്കുക, സുഹൃത്തുക്കളാവുക, രാമായണം വായിക്കുക, ചിന്തനം ചെയ്യുക, പരസ്പര ആശയവിനിമയം നടത്തി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത് ചെയ്താൽ മതി, വേറെ കൂടുതലൊന്നും വേണ്ട. ആനന്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വന്നുകൊണ്ടേയിരിക്കും. അത് വരാനാണ് പാട്. അതുകൊണ്ട് എല്ലാവരും ആ മാർഗത്തിലെത്തി സായുജ്യരായി സ്വർഗത്തിലേക്ക് ലഭിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ജയ് ശ്രീറാം.